നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ചെറുതുരുത്തി തെക്കേക്കര മേൽ വീട്ടിൽ ഇബ്രാഹിം മകൻ അലി ബാബു എന്ന അലിയെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ചെറുതുരുത്തി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിനെ ആക്രമിക്കുകയും ജഡ്ജിയെ അസഭ്യം പറയുക തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ ജെറൂസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുരുത്തോലവാഴ്വ് എന്നിവ ഉണ്ടായി. വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് വിശ്വാസികൾക്ക് നൽകി. വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹ ശുശ്രൂഷകൾ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി. ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ ഏറ്റുപറഞ്ഞു. പരിശുദ്ധ മോർ ഒസ്താത്യോസ് ബാവയുടെ ഓർമ്മയെ അനുസ്മരിച്ച് ധൂപപ്രാർത്ഥനയും നടത്തി. വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി. കടുമാങ്ങയും കഞ്ഞി നേർച്ചയും ഉണ്ടായി. പീഡാനുഭവ വാരത്തിന്റെ ഭാഗമായി 3 ദിവസമായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഞായറാഴ്ച രാത്രി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ വചന സന്ദേശം നൽകും. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് മധ്യാഹ്ന നമസ്കാരവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും. തിങ്കൾ, ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ലിജിൻ കുര്യൻ, ഫാദർ അനി ജോൺ വെന്നിലത്തിങ്കൽ എന്നിവർ വചന പ്രഘോഷണം നടത്തും. പെസഹ വ്യാഴാഴ്ച രാവിലെ 6-ന് കുർബാന, ഉച്ചയ്ക്ക് 2:30-ന് പെസഹ ഊട്ട്, രാത്രി 8-ന് അറക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പ്രാർത്ഥനയും നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9-ന് യാമ പ്രാർത്ഥനകൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് കുർബാന, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയിർപ്പ് ശുശ്രൂഷകൾ എന്നിവ നടക്കും. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് തൃത്താല. ഓശാന പെരുന്നാൾ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. യേശുക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തിയായിരുന്നു ഓശാന പെരുന്നാൾ ആചരിച്ചത്. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലും വിവിധ പരിപാടികൾ നടന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തിയാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലും ഓശാന പെരുന്നാൾ ആചരിച്ചു. കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, വചന സന്ദേശം എന്നിവയും ഉണ്ടായിരുന്നു. ഫാദർ മിഥുൻ കോമ്പാറ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. താഴ്മയുടെയും വിനയത്തിന്റെയും പ്രതീകമായി യേശുക്രിസ്തു ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി പ്രവേശിച്ചതിന്റെ ഓർമ്മയിലാണ് ഓശാന പെരുന്നാൾ ആചരണം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ പ്രാർത്ഥന നടത്തി. അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് കാൽനട തീർത്ഥയാത്ര നടത്തിയത്. കല്ലുംപുറം, കൊരട്ടിക്കര കുരിശുപള്ളി, അക്കിക്കാവ് TM VHS സ്കൂൾ, സെന്റ് മേരീസ് കോളേജ്, താഴത്തേപ്പാറ, സെന്റ് തോമസ് ചാപ്പൽ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാൽനട തീർത്ഥയാത്ര വൈകിട്ട് 5:30-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേർന്നു. ബാവയോടുള്ള അപേക്ഷാഗീതങ്ങൾ ചൊല്ലി നിരവധി വിശ്വാസികൾ കാൽനട യാത്രയിൽ പങ്കെടുത്തു. വികാരി ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കോതച്ചിറ അരുണോദയം വായനാശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സൂപ്പർ മാസ്റ്റേഴ്സ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഫെഡറേഷൻ ഗോവയിൽ നടത്തിയ ദേശീയ പഞ്ച് ഗുസ്തി മത്സരത്തിലെ സിൽവർ മെഡൽ ജേതാവ് പോലീസ് സബ് ഇൻസ്പെക്ടർ അനുരാജിനെ അനുമോദിച്ചു. അരുണോദയം വായനശാലയിൽ നടന്ന അനുമോദന സദസ്സ് ഷൊർണൂർ DYSP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രസിഡന്റ് PK മനോജ്, സെക്രട്ടറി M വിദ്യാധരൻ എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ തിരഞ്ഞെടുത്ത വനിതകൾക്ക് കണ്ണട വിതരണം ലയൺസ് ക്ലബിന്റെയും JCIയുടെയും നേതൃത്വത്തിൽ നയനം 2024 പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണടകൾ നൽകിയത്. മുഹമ്മദ് മുഹസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു.
ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി നയനം 2024 എന്ന പദ്ധതിയിലൂടെയാണ് പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ 50 വയസ്സിന് മുകളിലുള്ള അർഹരായ 200 വനിതകൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകിയത്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബും JCI പട്ടാമ്പിയും ചേർന്നായിരുന്നു കണ്ണടകളുടെ വിതരണം സംഘടിപ്പിച്ചത്. മാർച്ച് 5 മുതൽ നേത്രപരിശോധനകൾ നടത്തി ഓരോരുത്തർക്കും അനുയോജ്യമായ കണ്ണടകളാണ് നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. ഒരു നല്ല സൊസൈറ്റി ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് ലയൺസ് ക്ലബിനെ പറയുന്നത്. US ആസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. JCIയും അതുപോലെ തന്നെയാണ്. സമൂഹത്തിൽ യങ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് സാമൂഹ്യ മാറ്റം സാധ്യമാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഈ രണ്ട് ക്ലബ്ബുകളും ചേർന്നുകൊണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പട്ടാമ്പിയിൽ ഈ മേഖലയിൽ ചികിത്സയുടെ കാര്യത്തിലും ട്രെയിനിങ്ങിന്റെ കാര്യത്തിലും വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അൽഷഹാമ കൂടിച്ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവർത്തനം നടന്നിട്ടുള്ളത്. നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സെൻസറി ഓർഗനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്, സെൻസറി ഓർഗനാണ് കണ്ണ്. വളരെ കോംപ്ലക്സ് ആണ്. ചെറിയ പ്രശ്നങ്ങൾ മതി വലിയ രീതിയിൽ ഇമ്പാക്റ്റ് അതുണ്ടാകും. ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ജന്മനാൽ കണ്ണ് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോകത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും അവർ മറ്റൊരു തരത്തിൽ അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ടാവും. പട്ടാമ്പി നഗരസഭ അധ്യക്ഷ O. ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് K. മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. JCI പ്രസിഡന്റ് അബ്ദുൾ റഫീഖ്, അൽഷഹാമ ഡയറക്ടർ അബ്ദുൾ അസീസ് കൊടിയിൽ, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ EK ബാബു, മുഹമ്മദ് അഷർ, KP നാസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ പ്രവാസി സംഘം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. റിയാസ് കൊടുമുണ്ട ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എലഗൻ പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. റിയാസ് കൊടുമുണ്ട കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഏറ്റവും അടുത്ത് നടപ്പാക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു പോയിട്ടുള്ള കുറച്ച് മിനിമാസ് ലൈറ്റുകളല്ലാതെ അത് നടപ്പാക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ടും നടപ്പാക്കിയ എന്ന് പറഞ്ഞിട്ടാണ് പല പ്രചരണ ബോർഡുകളും. എവിടെ നടപ്പാക്കിയെന്ന് ചോദിക്കുമ്പോൾ മേപ്പെട്ട് നോക്കേണ്ടി വരും. അപ്പൊ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു കാര്യം നമ്മളുടെ നാട്ടിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം പ്രഖ്യാപനങ്ങൾ ഒരുപാട് മുന്നേ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം MP ആയി ജയിച്ചു പോയ ഫസ്റ്റ് ഘട്ടത്തിൽ പ്രഖ്യാപിച്ച റോഡായിരുന്നു കാരക്കുന്ന്, മുതുവല കാരക്കുന്ന് മാഞ്ഞാമ്പ്ര വഴി പോണ റോഡ്. ആ റോഡ് തന്നെ 5 വർഷമായിട്ട് പോലും ആ റോഡ് പോലും മുഴുമിപ്പിക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി. അപ്പൊ അത്തരത്തിലുള്ള പാർലമെന്റിൽ പോയി ഒരു അക്ഷരം പറയാത്ത, ഈ നാടിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിലെ പൗരന്മാരെ ബാധിക്കുന്ന നിയമങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് NIA പോലെയുള്ള ബില്ലുകൾ വരുമ്പോൾ, NIAക്ക് ഈ നാട്ടിലെ ഏതൊരു പൗരനെയും സംശയം തോന്നുന്ന ആരെയും പിടിച്ചു കൊണ്ടുപോയി എത്ര കാലം വേണമെങ്കിലും ജാമ്യം കൊടുക്കാതെ അകത്തിടാൻ നിയമം അനുവദിക്കുന്ന NIA നിയമം പോലെയുള്ളത് പാസ്സാക്കുമ്പോൾ ആ നിയമത്തിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യാനടക്കമുള്ള തയ്യാറാവുന്ന ആളുകളായിട്ട് അലിമുണ്ടത്ത് അധ്യക്ഷനായി. A. ജലീൽ, E. യാഹു, K. അലി, പ്രദീപ് വള്ളൂർ, PP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. 6 വയസ്സുകാരൻ KS ആരവിന്റെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും. ആരവിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. പോർക്കുളം കടാമ്പുള്ളി സെൽവൻ രമ്യ ദമ്പതികളുടെ മകൻ 6 വയസ്സുകാരൻ KS ആരവിന് പാൻസൈറ്റോപാനിയ എന്ന ഗുരുതര അസുഖത്തിന് ചികിത്സ തുടരുന്നതിനിടയിലാണ് ബോൺ മേരോ ഫെയിലിയർ സിൻഡ്രം എന്ന അസുഖം കൂടിയുണ്ട് എന്നറിയുന്നത്. നിലവിൽ എറണാകുളം ആസ്റ്റർ ആശുപത്രിയിലാണ് ചികിത്സ. മജ്ജ മാറ്റിവെക്കൽ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനായി 40 ലക്ഷം രൂപയോളം ചെലവ് വരും. നിലവിൽ ചികിത്സകൾക്കായി 10 ലക്ഷം രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞു. KS ആരവിന്റെ മൂത്ത സഹോദരൻ 12 വയസ്സുള്ള KS അക്ഷജാണ് തന്റെ കൊച്ചനുജന് സ്റ്റെം സെൽസ് നൽകുന്നത്. കുന്നംകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സെൽവൻ. ആരവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ ചെയർമാനായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന ഈ കുട്ടിയെ സഹായിക്കുന്നതിന്, ആരവിനെ സഹായിക്കുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപ ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് ഇവർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവരുടെ ഈ സാമ്പത്തികമായ ചികിത്സയ്ക്കായിട്ടുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും വലിയ സംഖ്യകൾ ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും കാര്യമായ രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ കുട്ടിയുടെ ചികിത്സയ്ക്കായി സഹായിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരള ഗ്രാമീൺ ബാങ്ക് കുന്നംകുളം ശാഖയിൽ ആരംഭിച്ച 40 27 11 01 02 64 76
IFSC കോഡ് KLGB 0040 271 എന്ന നമ്പറിൽ സഹായം നൽകാവുന്നതാണ്. ഗൂഗിൾ പേ നമ്പർ 81 36 91 34 91. ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ചു. വരവൂർ കോട്ടക്കുന്ന് കോളനിയിൽ മല്ലൻ മകൻ മനോജ് ആണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. രാവിലെ വീട്ടുകാർ മനോജിനെ വിളിക്കാനെത്തിയപ്പോഴാണ് മുറിയിൽ അനക്കമില്ലാത്ത നിലയിൽ കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇതോടെ നിലയേറിയ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.